നമസ്കാരം, ഞാൻ ആരതി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഐസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ട്രീറ്റ് മാട്രസസ്. വീര്യമേറുന്ന മദ്യനയം. LDF മദ്യനയത്തിൽ കൂടുതൽ വിശദീകരണവുമായി എക്സൈസ് മന്ത്രി ടി.പി. രാമകൃഷ്ണൻ. ബാർ പൂട്ടിയത് കൊണ്ട് മദ്യപിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടില്ല. വിഷമില്ലാത്ത മദ്യം ലഭ്യമാക്കുകയാണ് LDF നിലപാട്. സംസ്ഥാനത്തിന് വേണ്ടത് ഘട്ടം ഘട്ടമായുള്ള മദ്യവർജനമെന്നും ടി.പി. രാമകൃഷ്ണൻ. സുപ്രീം കോടതി വിധി പാലിച്ചാൽ സംസ്ഥാനത്തിനുണ്ടാകുന്നത് 2000 കോടിയുടെ നഷ്ടം. 3 സ്റ്റാർ 4 സ്റ്റാർ ബാറുകൾ തുറന്നാലും മദ്യ ഉപഭോഗം കുറയും. UDF സംസ്ഥാനത്തെ ലഹരി കേന്ദ്രമാക്കിയെന്നും മദ്യത്തിനെതിരെ സംസാരിക്കുന്നവർ ഒരു തുള്ളി പോലും ഉപയോഗിക്കരുതെന്നും എക്സൈസ് മന്ത്രി. അതിനിടെ ദേശീയ പാതയോരത്തെ മദ്യനിരോധനം മറികടക്കാൻ സമ്മർദ്ദ നീക്കവുമായി ബാർ ഉടമകൾ. പാതയോരത്തെ ഹോട്ടൽ മുറികളിൽ മദ്യവിതരണത്തിന് അനുമതി വേണം. സുപ്രീം കോടതി വിലക്ക് മറികടന്ന് 3 സ്റ്റാറിന് മുകളിലുള്ള ബാറുകൾ തുറക്കാൻ സർക്കാർ മുന്നിട്ടിറങ്ങണമെന്നും മദ്യ മുതലാളിമാർ. നയത്തിൽ ഭിന്നത. LDF സർക്കാരിന്റെ മദ്യനയത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം മുറുകുന്നതിനിടെ വിഷയത്തെ ചൊല്ലി UDF-ൽ ഭിന്നത. ഉമ്മൻചാണ്ടിയും രമേശും സുധീരനും ഉൾപ്പെടെയുള്ള നേതാക്കൾ നയത്തെ ചോദ്യം ചെയ്തതിന് പിന്നാലെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് മുൻ മന്ത്രി ഷിബു ബേബി ജോൺ. കഴിഞ്ഞ സർക്കാരിന് ഭരണ തുടർച്ചയില്ലാതാക്കിയത് പഴയ മദ്യനയമാണ്. വൈകാരികവും അപക്വവുമായ തീരുമാനമായിരുന്നു സർക്കാരിന്റേതെന്നും പ്രതികരണം. അതേസമയം പുതിയ മദ്യനയത്തിനെതിരെ പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ വൈകിട്ട് UDF ചേരാനിരിക്കെ മുൻ മന്ത്രിയുടെ നിലപാട് വ്യക്തിപരമെന്ന് RSP. 3 സ്റ്റാർ 4 സ്റ്റാർ ബാറുകൾ തുറക്കാൻ അനുമതി നൽകുന്ന സർക്കാർ നടപടി തീക്കളിയെന്ന് AK ആന്റണി. ഇതിനേക്കാൾ വലിയ ഒരു ചതിയും സർക്കാർ ചെയ്തിട്ടില്ലെന്നും പ്രതികരണം. നന്മ ആഗ്രഹിക്കുന്നവരെ ഞെട്ടിക്കുന്നതാണ് LDF മദ്യനയമെന്ന് ഉമ്മൻചാണ്ടിയും മദ്യമുതലാളിമാരുമായി ഉണ്ടാക്കിയ രഹസ്യധാരണയുടെ ഫലമാണ് പുതിയ തീരുമാനമെന്ന് കുമ്മനവും. ഉപരോധത്തിൽ അയവില്ലാതെ. ഖത്തർ പ്രതിസന്ധി അയവില്ലാതെ തുടരവെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഇസ്ലാമിക രാഷ്ട്രങ്ങൾ. ഖത്തറിലേക്കും തിരിച്ചുമുള്ള എല്ലാ വിമാനങ്ങൾക്കും വ്യോമമേഖലയിലൂടെ കടന്നു പോകുന്നതിന് UAE-യുടെ വിലക്ക്. ഇതോടെ ദോഹയിലേക്കുള്ള വിമാനങ്ങൾ ഇനി മുതൽ കടന്നു പോവുക ഇറാൻ അതിർത്തി വഴി. അതേസമയം ഖത്തറിലെ ഇന്ത്യക്കാർക്ക് സുരക്ഷാ ഭീഷണി ഇല്ലെന്ന് ഇന്ത്യൻ എംബസി. ഖത്തറിലേക്കുള്ള തപാൽ ഇടപാടുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയും UAE-യുടെ പ്രതിഷേധം. അതിനിടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഖത്തറിനോട് അനുഭാവം പുലർത്തുന്നവർക്കെതിരെ കർശന നടപടിയുമായി ബഹ്റിൻ. അറബ് രാജ്യങ്ങൾ സ്വീകരിച്ച നിലപാടുകളോട് വിയോജിക്കുന്നവർക്ക് 3 മുതൽ 5 വർഷം വരെ തടവും പിഴ ശിക്ഷയും. മുൻഗണന രാജ്യസുരക്ഷയ്ക്കെന്നും ആഭ്യന്തര മന്ത്രാലയം. പ്രശ്നപരിഹാരത്തിന് ഉന്നതതല ചർച്ചകൾ പുരോഗമിക്കവേ നിലപാടിലുറച്ച് ഖത്തർ. വിലക്ക് മറികടക്കുന്നതിനായി വിദേശ നയത്തിൽ മാറ്റം വരുത്താൻ ഒരുക്കമല്ല. തീവ്രവാദത്തെ ഖത്തർ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന GCC രാജ്യങ്ങളുടെ ആരോപണം അടിസ്ഥാനരഹിതം. കീഴടങ്ങാൻ തയ്യാറല്ലെന്നും ശത്രു രാജ്യങ്ങളിൽ നിന്ന് പോലും ഇത്തരത്തിലുള്ള ഒറ്റപ്പെടൽ നേരിടേണ്ടി വന്നിട്ടില്ലെന്നും ആഭ്യന്തര മന്ത്രാലയം. ബ്രിട്ടനിൽ തൂക്കുസഭ. പ്രവചനങ്ങളും എക്സിറ്റ് ഫലങ്ങളും കാറ്റിൽ പറത്തി ബ്രിട്ടനിൽ ലേബർ പാർട്ടിയുടെ മുന്നേറ്റം. ഫലമറിഞ്ഞ പകുതിയിൽ കൂടുതൽ സ്ഥലങ്ങളിലും കൺസർവേറ്റീവ് പാർട്ടിയും ലേബർ പാർട്ടിയും ഒപ്പത്തിനൊപ്പം. ബ്രിട്ടനിൽ തൂക്കുമന്ത്രിസഭയ്ക്ക് സാധ്യതയെന്നും വിലയിരുത്തൽ. ഭൂരിപക്ഷം കുറഞ്ഞാൽ ചെറു കക്ഷികളെ ഒപ്പം നിർത്തി സർക്കാരുണ്ടാക്കുമെന്ന് ലേബർ പാർട്ടി. തെരേസ മേയ്ക്ക് പിന്തുണ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ മറ്റു പാർട്ടികൾ ഒപ്പം നിൽക്കുമെന്നാണ് പ്രതീക്ഷയെന്നും വിദേശകാര്യ സെക്രട്ടറി എമിലി തോൺബെറി. കാലാവധി അവസാനിക്കാൻ 3 വർഷം ശേഷിക്കെ ഫലം കൺസർവേറ്റീവ് പാർട്ടിക്ക് തിരിച്ചടി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഐസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ട്രീറ്റ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.